മൈസൂർ കാണാനുള്ള മോഹം കലശലായി. പൈസ വേണ്ടേ? പൈസയില്ല. ആരെങ്കിലും പറഞ്ഞാൽ അനുവദിക്കുകയോ ഇല്ല. ഞാനൊരു ദിവസം എൻ്റെ സമപ്രായക്കാരനായ എൻ്റെ LP ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന മമ്മദാണ് എൻ്റെ വെപ്പുകാരൻ. അവനോട് പറഞ്ഞു നമുക്ക് മൈസൂർ പോവാൻ. അങ്ങ് പോയി. എന്താണ്, എത്ര ഉറുപ്പ്യ വേണം, മൈസൂർ എവിടെ താമസിക്കുക, എന്താ കാണാനുള്ളത്, ഒന്നും നിശ്ചല്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല. അപ്പോൾ മൈസൂർ പോയി. അവിടെ ബസ്സിറങ്ങി. അപ്പോൾ അവിടെ മൈസൂർ പാലസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ കാണുക, എന്താ കാണുന്നതെന്ന് അറിയില്ല. ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്ക് 16 വയസ്സാണ്. ഇവനും എൻ്റെ പ്രായമാണ്, അവനൊന്നും അറിയില്ല. മൈസൂർ കണ്ടു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പൈസയൊക്കെ തീർന്ന് പിന്നെ പിറ്റേന്ന് പട്ടിണിയും നിലവിളിയായിട്ട് വന്ന് വേറൊരു ബസ്സിന് ഇങ്ങോട്ടും പോകുന്നു. അത് സാധാരണ നമ്മൾ വരുന്ന ബത്തേരി വഴിക്കല്ല, മറ്റേ മുത്തങ്ങ വഴിക്കല്ല അത് വന്നത്. അത് വേറെ ഒരു ചാമരാജ് നഗറൊക്കെ ചുറ്റി ഗുണ്ടിൽപേട്ടൊക്കെ ചുറ്റി അങ്ങനെ വന്നാൽ അങ്ങനെ ഒന്നും പറയണ്ട. പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് വിശന്ന് വലഞ്ഞ് വന്നു. അപ്പോഴേക്കും ഇവിടെ വിവരം അറിഞ്ഞു. അവിടെ ഒളിച്ചു പോയി. ഞാൻ വെപ്പുകാരനെയും കൂട്ടി ഒളിച്ചു പോയി. അത് വലിയ കേസായി. അപ്പോൾ അന്ന് എൻ്റെ നേരെ മേലുള്ള എൻ്റെ കസനുണ്ട്, കുട്ടിയുടെ മകൻ സേനാജി, മൂപ്പര് അറിഞ്ഞു. പിന്നെ ഞാൻ മൂപ്പരോട് കുറ്റം ഏറ്റു പറഞ്ഞ് അങ്ങനെയാണ് ഇത് സബൂറാക്കിയത്. അതാണ് എൻ്റെ കേരളത്തിന് പുറത്തേക്കുള്ള ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത്. അതൊക്കെ ഈ മോഹം കൊണ്ട് പോയതാണ്. ഒരു കണക്കുകൂട്ടലുമില്ലാതെ എവിടെ കിടക്കും, എവിടെ ബസ് എവിടെയാണ്, ട്രെയിൻ എവിടെയാണ്, കാർ എവിടെയാണ്, പൈസ എവിടെയാണ് ഒന്നും അറിയാതെ ഭ്രാന്ത് പിടിച്ചിട്ട് അതിങ്ങനെ എന്നും കാണുകയാണ് മൈസൂരേക്ക് പോകുന്ന ബസ്. അപ്പോൾ അത് മുട്ടിൽ നിന്ന് കാണുമ്പോൾ ആ ചെറിയ സ്ഥലമുണ്ട്, എടപ്പട്ടിന്നുണ്ട്, അവിടെ ഒരു ചായപ്പടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വളരെ എൻ്റെ അത്തരം യാത്രകളൊക്കെ, ആദ്യകാല യാത്രകളൊക്കെ ഈ ദാരിദ്ര്യം കൊണ്ട് വളരെ കഷ്ടമായി. വന്നവിടെ കാഴ്ച ബംഗ്ലാവ് കണ്ടതും ആർട്ട് ഗാലറി കണ്ടു. പിന്നെ അവിടുത്തെ ചാമുണ്ടേശ്വരി ക്ഷേത്രം കണ്ടു. പിന്നെ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ഒരു വ്യത്യാസം, ഹോട്ടലിൽ കയറുമ്പോഴുള്ള മണം വ്യത്യാസം, അവരുടെ സാമ്പാറിൻ്റെ രുചി, ഭക്ഷണം. ഇപ്പോൾ അന്ന് ഇവിടെ നിന്ന് അങ്ങനെ പച്ചരി അങ്ങനെയില്ല. അവിടെ അന്ന് എനിക്ക് ഇതിൻ്റെ ഓർക്ക കാര്യം പച്ചരി. പിന്നെ മലയാളികൾ സാധാരണ മലയാളം പറഞ്ഞൊക്കെ കേൾക്കാനുണ്ട്. പക്ഷെ എനിക്ക് ആ മൈസൂർ പട്ടണത്തിൽ കിടന്നിങ്ങനെ കറങ്ങിയതിൻ്റെ ഒരു ആനന്ദം ഭയങ്കര.